ഇത് എൻ്റെ സ്വന്തം അനുഭവമാണ്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്ന സംഭവം. എനിക്കിപ്പോഴും അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടില്ല. അത് ഒരു സ്കൂൾ അവധിക്കാലമായിരുന്നു. ഞാനും എൻ്റെ കസിൻസും ഒരുമിച്ച് അമ്മുമ്മയുടെ വീട്ടിലായിരുന്നു. അത്താഴമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദംഷ്രാസ് കളിക്കുകയായിരുന്നു. പെട്ടെന്ന് കറണ്ട് പോയി. ഞങ്ങൾ കുറച്ചു നേരം നോക്കിയിരുന്നിട്ടും കറണ്ട് വന്നില്ല. അത്താഴം കഴിച്ച് കുറേ സമയമായിരുന്നു. ഞങ്ങൾ ഉറങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പായയിലാണ് കിടക്കാറ്. ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും പെട്ടെന്ന് ഉറങ്ങുന്ന കൂട്ടത്തിലാണ്. എനിക്കാണെങ്കിൽ മൂത്രമൊഴിക്കാൻ മുട്ടുന്നു. നേരത്തെ കേട്ട കഥകളൊക്കെ കാരണം കണ്ണ് തുറക്കാനും വയ്യ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അനക്കം കേട്ടു. നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞമ്മയുടെ മകൻ മനു എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോകുന്നു. ഡോറിൻ്റെ അടുത്തേക്ക് അവൻ നടന്നു നീങ്ങുന്നത് ഞാൻ കണ്ടു. ഹാവൂ, ആശ്വാസമായി, ഒരാൾ കൂട്ടുണ്ടല്ലോ. ഞാനാണേൽ ചാടി എഴുന്നേറ്റ് അവൻ്റെ പിന്നാലെ നടന്നു. പക്ഷെ അവൻ ഞാൻ നോക്കി നിൽക്കെ ഡോറിലൂടെ പുറത്തേക്ക് കടന്നു. എൻ്റെ മൂക്ക് ഡോറിലിടിച്ചു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. മനുവും ബാക്കി കസിൻസും അവിടെ തന്നെ കിടക്കുന്നു. അപ്പോൾ ഡോറിലൂടെ പുറത്തു പോയത് ആരാണ്? എനിക്ക് പെട്ടെന്ന് തലകറക്കം അനുഭവപ്പെട്ടു. ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ അമ്മാമ്മയുടെ മടിയിലാണ്. അവർ ചോദിച്ചു, നിനക്കെന്താണ് സംഭവിച്ചത്? ഞാൻ നടന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അമ്മുമ്മ ആ വാക്ക് പറയുന്നത് ഞാൻ ആദ്യമായി കേട്ടു. കന്നിച്ചാവ്. ആദ്യമായാണ് ഞാൻ അത്തരമൊരു വാക്ക് കേൾക്കുന്നത്. കന്നിച്ചാവ്, അതെന്താണ്? ഞാൻ അമ്മാമ്മയോട് ചോദിച്ചു. അമ്മാമ്മ പറഞ്ഞു, അത് ചെറിയ പ്രായത്തിൽ മരിച്ച കുട്ടികളുടെ ആത്മാക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന്. ഇപ്പോൾ എൻ്റെ അമ്മാമ്മ മരിച്ചിട്ട് ഏകദേശം 7-8 കൊല്ലം കഴിഞ്ഞു. ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം തന്നെ ഇതുപോലുള്ള ഓരോ അനുഭവങ്ങളും നമുക്ക് നമ്മളെ ചാനലിലൂടെ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഞാൻ എൻ്റെ ഇമെയിൽ ID പിൻ ചെയ്തേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ എഴുതി അതിലൂടെ അറിയിക്കുക. നമുക്ക് നമ്മുടെ ചാനലിലൂടെ അതെല്ലാവരിലേക്കും എത്തിക്കാം.